പോപ്പുലർ ഫ്രണ്ട് നിരോധന കേസുമായി ബന്ധപ്പെട്ട് 17 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. RSS നേതാവ് ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയാണ് ജാമ്യം നൽകിയത്. 9 പേരുടെ ജാമ്യാപേക്ഷ തള്ളി. 2 കേസുകളിലുമായി 17 പ്രതികൾക്കാണ് ജാമ്യം. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഷബ്ന സിയാദ് ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതികൾക്കടക്കം ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. എന്താണ് കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ കോടതിയിൽ നിന്ന് നൽകാൻ കഴിയുന്നത്? പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ തുടർന്ന് കേരളത്തിൽ NIA രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കേരളത്തിലും ഡൽഹിയിലും NIA കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ 26 പ്രതികളാണ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ 17 പേർക്കാണ് കർശന ഉപാധികളോടെ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ജാമ്യം നൽകിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളായ കരമന അഷ്റഫ് മൗലവി, ഏഹിയ തങ്ങൾ, അതുപോലെ റൌഫ്, നൌഷാദ് തുടങ്ങിയ 9 പേർക്ക് ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചിട്ടുമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ തുടർന്ന് പാലക്കാട് RSS നേതാവായ ശ്രീനിവാസൻ വധക്കേസ് NIA ഏറ്റെടുത്തിരുന്നു. ഈ കേസിലെ പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. ജാമ്യം നേടിയ പ്രതികൾ ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ മൊബൈൽ നമ്പർ NIA അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകണം. പ്രതികളുടെ മൊബൈൽ ലൊക്കേഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം. പ്രതികളുടെ ലൊക്കേഷൻ NIAക്ക് തിരിച്ചറിയാനാകണം. പാസ്പോർട്ട് കോടതിയിൽ ഏൽപ്പിക്കണം. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ആഴ്ചയിൽ ഒരിക്കൽ ഹാജരാകണം. അതുപോലെ ഈ അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് ഈ 17 പേർക്ക് ജാമ്യം അനുവദിച്ചത്. ഷബ്നാസി, അതാണ് വിശദാംശങ്ങൾ നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് നിരോധന കേസുമായി ബന്ധപ്പെട്ട 17 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. RSS നേതാവ് ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതികൾക്കുൾപ്പെടെ ജാമ്യം നൽകി എന്നുള്ളതാണ് ഏറ്റവും വാർത്താ പ്രാധാന്യം അർഹിക്കുന്നത്. 9 പേരുടെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. കർശന ഉപാധികളോടെയാണ് ഏതായാലും ജാമ്യം അനുവദിച്ചത്.